Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. ഒരു പ്രസ്താവനയും അതിനുള്ള കാരണവും നൽകിയിരിക്കുന്നു. പ്രസ്താവന ഇതാണ്: ചിലർക്ക് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം, പക്ഷേ അടുത്തുള്ളവ വ്യക്തമായി കാണാൻ കഴിയില്ല. കാരണം ഇതാണ്: ഇത്തരക്കാരുടെ അബോളിന്റെ നീളം ലെൻസിന്റെ പവറിനേക്കാൾ കൂടുതലായിരിക്കും. ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ രണ്ടും ശരിയാണ്, ഒപ്പം കാരണം ശരിയായ വിശദീകരണമാണ്. ഓപ്ഷൻ ബി രണ്ടും ശരിയാണ്, പക്ഷേ കാരണം ശരിയായ വിശദീകരണമല്ല. ഓപ്ഷൻ സി പ്രസ്താവന ശരിയാണ്, പക്ഷേ കാരണം തെറ്റാണ്. ഓപ്ഷൻ ഡി പ്രസ്താവന തെറ്റാണ്, പക്ഷേ കാരണം ശരിയാണ്. ഓപ്ഷൻ ഇ രണ്ടും തെറ്റാണ്. ഏതാണ് ശരിയുത്തരം? നമുക്ക് ഇതൊന്ന് വിശദമായി പരിശോധിക്കാം. ചിത്രം ശ്രദ്ധിക്കൂ. അടുത്തുള്ള വസ്തുക്കൾ അവ്യക്തമാകുകയും അകലെയുള്ളവ വ്യക്തമാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപിയ. ആദ്യം പ്രസ്താവന പരിശോധിക്കാം. നൽകിയിരിക്കുന്ന പ്രസ്താവന ദീർഘദൃഷ്ടിയെ കൃത്യമായി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രസ്താവന ശരിയാണ്. ഇനി കാരണം പരിശോധിക്കാം. എന്തുകൊണ്ടാണ് പ്രതിബിംബം റെറ്റിനയ്ക്ക് പിന്നിലായി രൂപപ്പെടുന്നത്? ലെൻസിന്റെ ഫോക്കൽ ലെന്ത് കൂടുന്നതുകൊണ്ടോ അബോളിന്റെ നീളം കുറയുന്നതുകൊണ്ടോ ആണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് അബോളിന്റെ നീളം കൂടുതലാണെന്ന് പറയുന്ന കാരണം തെറ്റാണ്. അപ്പോൾ നമ്മുടെ അന്തിമ നിഗമനം എന്താണ്? പ്രസ്താവന ശരിയാണ്, പക്ഷേ കാരണം തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇനി മുകളിലെ ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കൂ. ഗംഭീരം! നമ്മൾ ഈ ആശയം പൂർണ്ണമായും മനസ്സിലാക്കി. ഹാപ്പി ലേണിംഗ്!